എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. ഒരു വട്ടം കൂടി ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, PP ഷാജു സാറിൻ്റെ പുസ്തകമാണ്. ഇതിലെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറിയാണ്. തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് എ പർട്ടിക്കുലർ തിയറി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐഡിയോളജി. അപ്പോൾ ഒരു ഐഡിയയെ എങ്ങനെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനോട് കൂടി, അതായത് വരച്ച് കാണിച്ച് എങ്ങനെ അതിനെ മനസ്സിലാക്കി തരാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന രീതിയാണ് ഈ പറയുന്ന തിയറീസൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അത് പഠിക്കുമ്പോൾ ഇത്തിരി കൂടി ഡെപ്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പകരം നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്. കമ്മ്യൂണിക്കേഷൻ മോഡൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. മോഡൽസ് എന്ന് പറയുന്നത് തിയറിയുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്. അത് നമ്മൾ എടുക്കും. പക്ഷേ അത് നിങ്ങൾ ഇത്തിരിയും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് പറഞ്ഞാൽ തലയിൽ കയറുന്നൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ തിയറിയിലേക്ക് അത് ടെക്സ്റ്റ് സെറ്റ് ചെയ്തവർക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്സിങ് ആണ്. എടുത്തടിച്ച പോലെ നിങ്ങളെ തിയറിയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ മോഡൽസിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിച്ചു എന്ന് വരില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, വരയ്ക്കാൻ നിങ്ങൾ വൃക്കാര പടമൊന്നും വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് കള്ളികൾ വരയ്ക്കുക, അതിനിങ്ങനെ ആരോ കൊണ്ട് യോജിപ്പിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു കള്ളികളുടെ അകത്ത് എന്താ എഴുതണ്ടേ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മീഡിയം ആണോ, ചാനലാണോ, നോയ്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ തൽക്കാലം നമ്മൾ അതിനൊന്ന് നീക്കി നിർത്തുകയാണ്. എടുക്കില്ല എന്നോ നമ്മളതിനെ ചർച്ച ചെയ്യില്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിലേക്ക് നമ്മൾ പോവും. ഇന്ന് നമ്മൾ പ്രിൻ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. പ്രിൻ്റ് മീഡിയ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം, പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മാസ് മീഡിയ. കാരണം പ്രിൻറ്റിങ് വന്നതിന് ശേഷമാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്നും അവസാനിച്ചിട്ടില്ല. നമ്മൾ TV-യിലൂടെ കാര്യങ്ങൾ കാണുന്നു, ഇൻ്റർനെറ്റിൽ വീഡിയോസായിട്ട് കാണുന്നു, പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷെ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പ്രിൻ്റ് മീഡിയയിലൂടെ വായിച്ചൊരു കാര്യം മനസ്സിലാക്കുന്ന ആ ഒരു സുഖം വേറെ ഒരുത്തിൽ നിന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും വായനയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ആണ് നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രിൻ്റ് മീഡിയ, എങ്ങനെയാണ് പ്രിൻ്റ് മീഡിയയുടെ തുടക്കം, പ്രിൻ്റ് മീഡിയ കൊണ്ടുള്ള ഉപയോഗം, ഇന്നത്തെ കാലത്ത് പ്രിൻ്റ് മീഡിയയുടെ അഡ്വാൻറ്റേജ്, പ്രിൻ്റ് മീഡിയ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ കാണാനായിട്ട്. വളരെ ചെറിയ ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാ നേരെ ചാപ്റ്ററിലോട്ട്. ഓക്കെ, പ്രിൻ്റ് മീഡിയ. അവിടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളൊരു കോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. One of the objectives of newspaper is to understand the popular feelings and give expression to it. Another, to arouse among the people certain desirable sentiments. And the third is to fearlessly expose popular defects. ഗാന്ധി പറയാണ്, പ്രിൻ്റ് മീഡിയയുടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവാണ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, understand the popular feelings
ആൻഡ് ഗീവ് എക്സ്പ്രഷൻ ടു ഇറ്റ്. എന്താണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് മനസ്സിലാക്കുകയും അതിനെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ് വൺ, അറൗസ് ദി എമംഗ് ദ പീപ്പിൾ സെർട്ടൺ ഡിസൈറബിൾ സെൻറ്റിമെൻറ്റ്സ്. ചില പ്രത്യേക താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ദ തേർഡ് വൺ, ഫിയർലെസ്ലി എക്സ്പോസ്. ഫിയർലെസ്ലി, ആ വാക്ക് ശ്രദ്ധിക്കുക. ഫിയർലെസ്ലി എന്ന് വെച്ചാൽ പേടി കൂടാതെ. അറൗസ് പോപ്പുലർ ഡിഫക്ട്സ്, ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ധൈര്യസമേതം തുറന്നു കാണിക്കാനുള്ള മനസ്സുണ്ടാവുക. 3 കാര്യങ്ങളാണ് ന്യൂസ് പേപ്പറിന് വേണ്ടതെന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ജേർണലിസം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ്. It informs citizens about various events that take place in their community, state, country and the world. The reports of journalist people help people to form opinions and know the current affairs. Journalists inform the public through newspaper, magazine, radio, television and websites. These means of communication are often referred to as news media. ഇതിനെല്ലാത്തിനെയും ചേർത്ത് ന്യൂസ് മീഡിയ എന്ന് പറയും. അതിനേക്കാൾ നല്ല വാക്ക് മാസ് മീഡിയം എന്ന് വിളിക്കുന്നതാണ്. ഇതെല്ലാം മാസ് മീഡിയംസാണ്. കാരണം വലിയൊരു ഹ്യൂജ് പബ്ലിക്കിനോടാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. 1, 2, 10, 20, 50, 100 ആൾക്കാരോടല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാസ് മീഡിയംസാണ്. ഇതെല്ലാം പ്രിൻ്റഡ് ടൈപ്പാണ്. അതിൽ ടെലിവിഷൻ, റേഡിയോ, വെബ്സൈറ്റ്സിൽ പ്രിൻ്റഡ് തന്നെയാണ്. വീഡിയോസും ഉണ്ടായിരിക്കും, എന്നിരുന്നാലും കൂടുതൽ പ്രിൻ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ജേർണലിസം എന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രൊഫഷൻ, അവർ എല്ലാ തരത്തിലും ആളുകളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ചില ആവശ്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. എവറിഡേ ജേർണലിസ്റ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് gather, write and edit material for thousands of news stories. Local reporters cover local events. Other journalists, including foreign correspondents, cover national and international news. Another team edit the news stories. The news organizations have an enormous responsibility to help the people to understand today's necessary, increasingly complex and fast changing world. The obligation of the media is to keep public informed through fair, accurate and complete reporting has never been greater. ഇപ്പോൾ പറയാണ് പലതരത്തിലുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. ലോക്കൽ ന്യൂസ് കവർ ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ ന്യൂസ് കവർ ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, നാഷണൽ ന്യൂസ് കവർ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു റിപ്പോർട്ടറെ ചിലപ്പോൾ ആ രാജ്യത്തേക്ക് വിടും. ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒരു റിപ്പോർട്ടറെ മനോരമയും ഒരു റിപ്പോർട്ടറെ മാതൃഭൂമിയും ഒക്കെ വിടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വാർത്തയിൽ പറയും ഒളിമ്പിക് വില്ലേജിൽ, ഇന്ത്യൻ വില്ലേജിൽ നിന്നുകൊണ്ട് ഇന്ന ക്യാമറാമാനോടൊപ്പം ഇന്ന റിപ്പോർട്ടർ, ഇന്ത്യ വിഷൻ, മാതൃഭൂമി ന്യൂസ്, എന്ത് വേണമെങ്കിൽ ഏതാണോ അത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള വാർത്തകളെ കവർ ചെയ്യാണ്. പിന്നെ ന്യൂസ് ഓർഗനൈസേഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലോകത്ത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന മാറ്റങ്ങളെ ദ സ്പാൻ ഓഫ് സെക്കൻഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ ഇന്തോനേഷ്യയിലൊരു ഭൂചലനം നടന്നാൽ അത് ഇന്ത്യക്കാരറിയും. അമേരിക്കയിലൊരു സ്ഫോടനം നടന്നാൽ അത് ഇന്ത്യക്കാരറിയും. അത്രയും ഫാസ്റ്റായിട്ട് നമ്മളുടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ദ വേർഡ് journalist and journalism have their own origin in French derivation from the Latin term diurnalis, which means daily. ജേർണലിസം, ജേർണലിസ്റ്റ്, ജേർണൽ എന്നൊക്കെയുള്ള വാക്കുകൾ ലാറ്റിൻ വേർഡായിട്ടുള്ള ഫ്രഞ്ച് ഡെറിവേഷൻ ആയിട്ടുള്ള ഡയർനാലിസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിനർത്ഥം
ഡെയിലി എന്നാണ്, ദിവസവും, ദിനം പ്രതി. Among the early Romans, says around 130 BC, a practice grew of putting up handwritten bulletin in the main public square in Rome. The bulletin, called Acta Diurna, daily acts, described the daily events of interest and importance to the senators and the public. ലോകത്ത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട, പബ്ലിഷ് ചെയ്യല്ല, പ്രിൻറ്റിംഗ് അല്ല, ഒരു ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ പ്രധാന സംഭവങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി അത് പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ആദ്യമായിട്ട് ആരംഭിച്ചത് റോമിലാണ്. 130 BC ക്രിസ്തുവിന് 130 വർഷം മുൻപാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര വർഷങ്ങൾക്ക് മുൻപേ ഇത്തരത്തിലുള്ളൊരു ഐഡിയ, ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ ഡെയിലി അത് പ്രസിദ്ധീകരിക്കുന്ന രീതി 130 BC. അന്ന് അവർ അതിനൊരു പേരിട്ടിരുന്നു ആക്റ്റ ഡയർന. അപ്പോൾ ഫസ്റ്റത്തെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു പ്രസിദ്ധീകരണം ഏത് എന്ന് ചോദിച്ചാൽ ആക്റ്റ ഡയർന നിങ്ങൾ മറക്കാതിരിക്കുക. ഡെയിലി ആക്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. അത് ആക്റ്റ ഡയർന എന്നുള്ളത് റോമൻ വേർഡാണ്. ദി ആക്റ്റ ഡയർന പുട്ടപ്പ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് റോമൻ എംപയർ വാസ് പ്രോബബ്ലി ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ. അതിലെല്ലായിടത്തും റോമിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അതിങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിക്കും. ഇന്ന് എല്ലാവരും തന്നെ രാജാവിന് കൊടുക്കേണ്ട ഭൂനികുതിയായിട്ടുള്ള ഇത്ര രൂപ അടയ്ക്കേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് രാജാവ് ഇന്ന സ്ഥലം സന്ദർശിക്കാനായിട്ട് വരുന്നതായിരിക്കും. ആളുകളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഡേയിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻസും അവർ ചെയ്യേണ്ട കാര്യങ്ങളും റോമിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിക്കുന്നതിനെയാണ് ആക്റ്റ ഡയർന എന്ന് വിളിക്കുന്നത്. അതാണ് ലോകത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറായിട്ട് കണക്കാക്കപ്പെടുന്നത്. The invention of movable type by Johannes Gutenberg around 1450 led to the development of printing press and later newspaper and magazines. 1450 ഗുണ്ടൻബർഗ് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിന് തുടക്കം കുറിച്ചു. മൂവബിൾ ടൈപ്പാണ്. അക്ഷരങ്ങളിങ്ങനെ എടുത്ത് വെച്ച് അതൊരു വാചകമാക്കി അത് പ്രിൻ്റ് ചെയ്യുന്ന രീതിയാണ് മൂവബിൾ ടൈപ്പ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി വളരെ ഫാസ്റ്റായിട്ട് മാഗസിൻസ്, ഒരുപാട് ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മുടെ നാടുകളിൽ അവൈലബിൾ ആവാനായിട്ട് തുടങ്ങി. എ ജേർണലിസ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ക്രിയേറ്റീവ് ഓർ ഫിക്ഷൻ റൈറ്റർ. A journalist primarily reports and interprets news and events. On the other hand, a fiction writer primarily intends to entertain. ഒരു ജേർണലിസ്റ്റും ഒരു ഫിക്ഷൻ റൈറ്റർ, ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കഥ. ഫിക്ഷൻ എഴുതുന്ന ആളും ജേർണലിസ്റ്റും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ജേർണലിസ്റ്റ് എപ്പോഴും ശ്രമിക്കുന്നത് നടന്ന സംഭവങ്ങളെ, ഉണ്ടായ കാര്യങ്ങളെ പൊതുജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ്. അവിടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഫിക്ഷൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെന്തുകൊണ്ടാണ് ഹാരി പോട്ടർ വായിക്കുന്നത്? ഫിക്ഷനാണ്. അവിടെ ഇമാജിനേഷനും അവിടെ എഴുതുന്ന ആളുടെ കഥാകൃത്തിൻ്റെ മനോവിചാരങ്ങൾക്ക് വരെ വലിയ വിലയുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഫിക്ഷൻ തയ്യാറാക്കുന്നത്. പക്ഷേ ജേർണലിസ്റ്റ് ചെയ്യുന്നത് നടന്ന സംഭവത്തെ നിങ്ങളിലേക്ക് എങ്ങനെ കൃത്യമായിട്ട് എത്തിക്കാം, അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ജേർണലിസ്റ്റ് റൈറ്റിംഗ്സ് മേ ബി entertaining, but its entertainment values incidental. Facts are more sacred than style or manner of writing. However,
the appeal of such writing can be enhanced if the facts are presented in certain manner and style to capture the attention of readers and maintain their interest. ചില സമയങ്ങളിലൊക്കെ ജേർണലിസ്റ്റുകൾ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാറുണ്ട് ജനങ്ങൾക്ക്, വായിക്കാൻ ഇത്തിരി രസമുള്ള രീതിയിലൊക്കെ എഴുതാറുണ്ട്. പക്ഷെ അത് വായനക്കാരനെ രസം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതല്ല, ഇൻസിഡൻ്റലായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ ഒരു സിനിമയെക്കുറിച്ചുള്ള സ്റ്റോറി ആണെങ്കിൽ അല്പം ഒന്ന് രസപ്പെടുത്തി എഴുതിയാലും വിരോധമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതുകൊണ്ട് പ്രേക്ഷകന്, വായിക്കുന്ന ആൾക്ക് വലിയ രീതിയിലൊരു പ്രതികരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു, ഇന്ന ആൾക്കാർ അഭിനയിക്കുന്നു, ഇന്ന ആളാണ് സംവിധായകന്മാർ, നിർമ്മാതാക്കളുണ്ട്, ഇന്ന ആൾക്കാരാണ്, ഛായാഗ്രഹണം ഇങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ കഥയുടെ ബേസ് ഇതാണ്, ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ജനങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ഇത്തിരി രസകരമാക്കി എഴുതിയാലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രിൻ്റ് മീഡിയ. ഇനി പ്രിൻ്റ് മീഡിയയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് മൂവബിൾ ടൈപ്പ് ബൈ ജോഹന്നസ് ഗുണ്ടൻബർഗ്, എ ജർമ്മൻ, അറൗണ്ട് 1450 was a turning point in the history. He designed, set the type and printed 200 copies of his famous 42-line Bible. അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പുസ്തകം ഹോളി ബൈബിളാണ്. കാരണം ഗുണ്ടൻബർഗ് ഒരു ക്രിസ്ത്യൻ വിശ്വാസി ആയതുകൊണ്ടും അദ്ദേഹം കണ്ടുപിടിച്ച പ്രിൻറ്റിംഗ് പ്രസ്സിലൂടെ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടേണ്ടത് ബൈബിളാണെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് വെറും 42 ലൈനേ ഉള്ളൂ. 42 ലൈനിലേക്ക് ചുരുക്കിയ ചെറിയ ഒരു ബൈബിളിൻ്റെ പതിപ്പാണ് ആദ്യമായിട്ട് അച്ചടിച്ച് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അച്ചടി എന്ന് പറയുന്നത് വളരെ കൂടുതലാവാനായിട്ട് തുടങ്ങി. കാരണം എഴുതി വയ്ക്കപ്പെട്ട സ്ക്രിപ്റ്റുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ പഴക്കം ചെല്ലുന്തോറും, ചിലപ്പോൾ നിങ്ങളുടെ 1-ാം ക്ലാസ്സിലെയോ 2-ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ 3-ലെയോ 4-ലെയൊക്കെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം. ഉണ്ടെങ്കിൽ, തൂക്കി വിറ്റുണ്ടെങ്കിൽ രക്ഷയില്ല, ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ കാണാം മഷിയൊക്കെ ആകെ പരന്ന്, ഇല്ലെങ്കിൽ എഴുതിയിരുന്ന ആ ഒരു ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു തിളക്കം അക്ഷരങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ബേസിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക ചെതലരിച്ചിട്ടുണ്ടായിരിക്കും. അത്രയും കാലമായിട്ട് ഇത് എടുത്തിട്ടില്ലെങ്കിൽ. അത്രയും കാലം നമ്മളാരും ഒന്നും സൂക്ഷിച്ചു വയ്ക്കില്ല, വളരെ പെട്ടെന്ന് വിറ്റ് തീർക്കും. എങ്ങനെയാണാവോ 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സൊക്കെ ജയിച്ച് പോകുന്നതെന്ന് അറിയില്ല. ഇനി ആ പുസ്തകം കണ്ടിട്ട് വീണ്ടും നമുക്ക് ഭ്രാന്തളക്കണ്ട വെച്ചിട്ട് അത് അപ്പം തന്നെ ജയിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തൂക്കി വെക്കും. അപ്പോൾ ഒരു 10-40 രൂപ പേപ്പറിൻ്റെ വെയിറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഐസ്ക്രീമും മേടിച്ച് തിന്നാൽ സന്തോഷമായി, സമാധാനം. ഒരു വർഷത്തെ എൻ്റെ അധ്വാനം 40 രൂപയുടെ ഈ ഐസ്ക്രീമോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. എന്തൊരു ചാരുതാർത്ഥ്യം. പക്ഷെ പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയതൊക്കെ നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമായി. ഇതിന് ഇത്തിരി കൂടി ക്രിയേറ്റീവായിട്ടത് വീണ്ടും വരും തലമുറയ്ക്കും കൂടി വായിക്കാവുന്ന, ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ളവരുടെ താല്പര്യമാണ് പ്രിൻറ്റിംഗ് പ്രസ്സിനെ പോപ്പുലറൈസ് ചെയ്യാൻ കാരണമായത്. Gutenberg's innovation touched off the communication revolution in the Western world and gradually in other parts of the world. The printing press spread and consequently more and more books appeared in the language of the ordinary people. അപ്പോൾ ആൾക്കാർക്കൊക്കെ തുടക്കത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പതിയെ പതിയെ ഇദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് ആളുകൾക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ട് തോന്നാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിലൂടെ ഒരുപാട് വിവരങ്ങൾ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റി, വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. ഒപ്പം ഒരുപാട് ആളുകളിലേക്ക് പല ഐഡിയോളജികളും എത്താൻ തുടങ്ങി. ഞാനൊരു പുതിയ കാര്യം കണ്ടെത്തി, ഞാനത് വാഗൊണ്ട് പറഞ്ഞ് നടന്നാൽ ഒരാളോട് പറഞ്ഞു, 2 ആളോട് പറഞ്ഞു, 3 ആളോട് പറഞ്ഞു, 10 ദിവസം കൊണ്ട് ഞാൻ ചിലപ്പോൾ 1000 പേരോട് പറയും. പക്ഷെ അത് 1000-ൽ ഒതുങ്ങി. നേരെ മറിച്ച് എനിക്ക് പ്രിൻ്റ് ചെയ്ത് ആ കോപ്പികൾ ഒരു 1000 കോപ്പി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എനിക്കത് 1000 പേരോട് പറയാനായിട്ട് പറ്റിയെന്ന് വരും.
ഇതാണ് വ്യത്യാസം. വായിക്കാൻ തയ്യാറാവുന്നൊരു സമൂഹം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ പ്രിൻറ്റിങ്ങിന് ഭയങ്കര വലിയ ഒരു പ്രാധാന്യം കിട്ടാനായിട്ട് തുടങ്ങി. The history of newspaper is as long as the history of books. Edwin Emery, a distinguished historian of journalism, has defined the following characteristics of a true newspaper. അദ്ദേഹം പറയുന്ന ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞിരിക്കുന്നത്? എഡ്വിൻ എമറി. അദ്ദേഹം പറയുകയാണ് ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്വാളിറ്റികളൊക്കെ വേണം. ഇതെല്ലാം ഉണ്ടായിക്കോളും നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചിലതെങ്കിലും ഉണ്ടെങ്കിലേ അതിനെ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും പ്രസിദ്ധീകരിക്കണം, അതിനെ ന്യൂസ് പേപ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പണ്ട് കാലത്ത് ഇത് വെച്ചിട്ട് പറയണത് കേട്ടോ. ഇന്ന് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇറങ്ങുന്ന സാധനം തന്നെയാണ് ന്യൂസ് പേപ്പർ. അല്ലാത്തതിനൊക്കെ നമ്മൾ മാഗസിൻ, വീക്ക്ലി എന്നൊക്കെ വിളിച്ചിട്ടാണ് തള്ളിക്കളയാറ്. കാരണം നമുക്കിന്ന് എല്ലാ ദിവസവും ന്യൂസ് അറിയാനുള്ള താല്പര്യവും എല്ലാ ദിവസവും ന്യൂസ് അറിയാനുള്ള സാഹചര്യവും നിലവിൽ നിൽക്കുന്നുണ്ട്. ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെക്കാനിക്കൽ പ്രിൻറ്റിംഗ് പ്രോസസ്സ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീൻസിന് ഉപയോഗിച്ചുള്ള പ്രിൻറ്റിങ്ങിലൂടെ ആയിരിക്കണം ഇത് പുറത്തു വന്നിരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയാൽ എത്ര കോപ്പി എഴുതാൻ പറ്റും ഒരു ദിവസം കൊണ്ട്? ഒരാഴ്ച കൊണ്ട് എത്ര കോപ്പി എഴുതാൻ പറ്റും? അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈസ് അവൈലബിൾ ടു പീപ്പിൾ ഓഫ് ഓൾ വർക്ക്സ് ഓഫ് ലൈഫ് ഫോർ എ പ്രൈസ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ലഭ്യമാവണം. നീ ഹിന്ദു ആണോ, അപ്പോൾ നിനക്ക് ഈ പത്രം വായിക്കാൻ പാടില്ല. നീ ഇസ്ലാം ആണോ, നിനക്ക് ഈ പത്രം വായിക്കാൻ തരില്ല. എത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ പത്രം തരില്ല. അങ്ങനെയൊന്നും പാടില്ല. ഇത് പറയാൻ കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഓഫീഷ്യൽസിന് മാത്രം വായിക്കാവുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പൈസ ഉണ്ടെങ്കിൽ ഇന്ത്യക്കാരന് മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് നിർബന്ധം അതിൽ വെച്ചിരിക്കുന്നത്. നീ പൈസക്കാരനാണോ, നീ ദരിദ്രനാണോ, നീ PG ഉള്ള ആളാണോ, ഡിഗ്രി ഉള്ള ആളാണോ, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. പത്രം ഒരു ഫിക്സഡ് റേറ്റിന് ഇറക്കും. ആ റേറ്റ് കൊടുത്താൽ പത്രം വായിക്കാൻ മേടിക്കാൻ കഴിവുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. വേറെ ഒരു തരത്തിലും അവരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല. പ്രിൻറ്റ് ന്യൂസ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ ഐറ്റംസ് ഓൺ സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്സ് സച്ച് ആസ് റിലീജിയൻ ഓർ ബിസിനസ്. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ള വാർത്തകൾ പ്രിൻ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അല്ലാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഒരു പ്രത്യേക റിലീജിയന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടി നമ്മൾ അച്ചടിച്ചിറക്കുന്ന കാര്യങ്ങളായിരിക്കരുത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഈസ് റീഡബിൾ ബൈ ദ പീപ്പിൾ ഓഫ് ഓർഡിനറി ലിറ്ററസി. സാധാരണ ജനങ്ങൾക്ക് വായിക്കത്തക്ക രീതിയിലുള്ള ഭാഷയായിരിക്കണം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വല്ലാതെ അങ്ങോട്ട് സാഹിത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എഴുത്തച്ഛൻ എഴുതുന്ന കവിത നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു ട്രാൻസ്ലേഷനും കൂടി വേണം. മലയാളമാണ് ആളെ എഴുതിയിരിക്കുന്നത്, എന്നിട്ടും നമുക്കതിൽ കടിച്ചാൽ പൊട്ടാത്ത അർത്ഥഗർഭങ്ങളായിട്ടുള്ള വേർഡുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇത്തരം വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ കുഴപ്പമോടെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ മലയാളം തന്നെയാണല്ലോ, എന്തുട്ട് ഈ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ പറയില്ല വലിയ സാഹിത്യമൊന്നും പറയണ്ട, മര്യാദയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം ന്യൂസ് പേപ്പർ അടിക്കുന്നത്. കാരണം ന്യൂസ് പേപ്പർ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സാഹിത്യ ഭാഷയിൽ മൊഴിയുന്ന ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈസ് ടൈംലി, അത് നിർബന്ധമാണ്. എന്നും രാവിലെ പത്രം ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്നും രാവിലെ പത്രം ഇറങ്ങണം. അങ്ങനെ എന്നും രാവിലെ ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പിന്നെ പത്രം എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു പ്രത്യേക ടൈം എന്തായാലും ഉണ്ടായിരിക്കണം. ഈസ് സ്റ്റേബിൾ ഓവർ ടൈം, കുറേ കാലം നിലനിൽക്കുന്നതായിരിക്കണം. ഇന്നത്തെ പത്രം ചിലപ്പോൾ നമ്മൾ 3 ദിവസം മുൻപത്തെ പത്രം എടുത്ത് നോക്കും, ചില വാർത്തകളും ചില കാര്യങ്ങളും നമുക്ക് അപ്പോഴായിരിക്കും കിട്ടണമെന്ന് തോന്നുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കണം ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ബൈ ദ അബവ് ഡെഫിനിഷൻ, the first true newspaper was the Oxford Gazette,
മറക്കാതിരിക്കുക. ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെയുള്ള ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ആക്റ്റ ഡയറിനെയാണ്. പക്ഷേ ആക്റ്റ ഡയറിന ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ഉള്ളൊരു പത്രമായിരുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന മേജറായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ഉൾപ്പെടുന്ന ആദ്യത്തെ പത്രമാണ് ഓക്സ്ഫോർഡ് ഗസറ്റ്, ലേറ്റർ കോൾഡ് ലണ്ടൻ ഗസറ്റ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1665, 1665 ആദ്യത്തെ പ്രസിദ്ധീകരണം ഓക്സ്ഫോർഡ് ഗസറ്റിൻ്റെ അല്ലെങ്കിൽ ലണ്ടൻ ഗസറ്റിൻ്റെ പുറത്തിറങ്ങുന്നു. അണ്ടർ ദി അതോറിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ദ ഗസറ്റ് അപ്പിയർഡ് ട്വൈസ് വീക്ക്ലി, ആഴ്ചയിൽ 2 വട്ടം ഇറങ്ങിയിരുന്ന പത്രമാണ്. ഇറ്റ്സ് പബ്ലിക്കേഷൻ കണ്ടിന്യൂഡ് ഇൻ ടു ദ 20th century. വാവ്, 1665 തുടങ്ങി 20th century, അതായത് 1900 വരെയൊക്കെ നീണ്ടു നിന്ന പ്രസിദ്ധീകരണമാണ് ഈ പറയുന്ന ലണ്ടൻ ഗസറ്റ്. അതിനർത്ഥം ഇപ്പോൾ ഈ പ്രസിദ്ധീകരണം ഇല്ല എന്നാണ്. കാരണം ഇത് 21st century ആണ്. ദ ഡെയിലി ഫസ്റ്റ് ഡെയിലി ന്യൂസ് പേപ്പർ ഇൻ ഇംഗ്ലീഷ്, ദ ഡെയിലി കറൻറ്റ്, began publication in London on March 11th, 1702. 1702. അപ്പോൾ ഇവിടെ നോക്കൂ, 1665, 665 702 മാറ്റം, 37 വർഷം. എന്തിനു വേണ്ടിയിട്ട്? ആദ്യത്തെ പത്രം അതായത് ഓക്സ്ഫോർഡ് ഗസറ്റ് ആഴ്ചയിൽ 2 വട്ടം പബ്ലിഷ് ചെയ്യുക. ഇവിടെ ഡെയിലി കറണ്ട് എന്ന് പറയുന്ന പത്രം 37 വർഷത്തിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ഡെയിലി പ്രസിദ്ധീകരിക്കാറായത്. അപ്പോൾ ന്യൂസ് പേപ്പർ എന്നുള്ള ക്വാളിറ്റി ഇറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ ഡെയിലി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ 37 വർഷം സമയമെടുത്തു. അതൊരു നീണ്ട കാലയളവാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ വേറെ യാതൊരു മാർഗവുമില്ല. അപ്പോൾ 1702 ആദ്യത്തെ ഡെയിലി ന്യൂസ് പേപ്പർ പുറത്തിറങ്ങാൻ തുടങ്ങി. This was a newspaper of high quality and considerable integrity, but it lasted only for few days. The Pennsylvania Evening Post, the Daily Advertiser, published in 1704, is considered the first daily newspaper in US. അപ്പോൾ ലണ്ടനിലൊരു എണ്ണം തുടങ്ങി, ഡെയിലി കറണ്ട് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രം തുടങ്ങി 1702 ഡെയിലി പബ്ലിഷ് ചെയ്തു. പക്ഷെ വളരെ ചുരുങ്ങിയ കാലഘട്ടം അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രമാണ് അതിൻ്റെ പ്രസിദ്ധീകരണം നടന്നത്. അമേരിക്കയിൽ ആദ്യത്തെ പത്രം ഇറങ്ങുന്നത് വലിയൊരു പേരാണ്, ദ പെൻസിൽവാനിയ ഈവനിങ് പോസ്റ്റ് ആൻഡ് ഡെയിലി അഡ്വർടൈസർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 1704 അമേരിക്കയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു. Bengal Gazette, published by James Augustus Hickey, a British citizen, in 1780 in Calcutta, is the first newspaper in India. The first Malayalam newspaper is Rajya Samacharam, published by Basil Mission Society at Talasheri in 1840. അതിൽ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറായിട്ടുള്ള ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ ഹിക്കീസ് ഗസറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് ഇനി, ഈ സെമ്മിലല്ല വരുന്ന സെമസ്റ്റർ. അതേസമയം മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം, ആദ്യത്തെ പത്രം രാജ്യസമാചാരം എന്നാണ് പത്രത്തിൻ്റെ പേര്. മനോരമയോ മാതൃഭൂമിയോ ദീപികയോ ഒന്നല്ല മലയാളത്തിലെ ആദ്യത്തെ പത്രം. ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. BMS എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി, ബേസൽ മിഷൻ സൊസൈറ്റി എന്ന് വിളിക്കും. കാരണം BMSന് വേറൊരു പേരും കൂടിയുണ്ട്, ഭാരതീയ മസ്ദൂർ സംഘം, BJPയുടെ പോഷക സംഘടനയാണ്. ഇത് ബേസൽ മിഷൻ സൊസൈറ്റിയാണ് BMS. ആ മിഷണറി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 1840 തലശ്ശേരിയിൽ വെച്ച് ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം ഇറങ്ങിത്തുടങ്ങി. ദി എമർജൻസ് ഓഫ് റേഡിയോ, ടെലിവിഷൻ ആൻഡ് ലേറ്റർ ഓൺലൈൻ മീഡിയ ഹാവ് പോസ്ഡ് ത്രെഡ്സ് ആൻഡ് ചാലഞ്ച് ടു ദ പ്രിൻ്റ് മീഡിയ. റേഡിയോയും ടെലിവിഷനൊക്കെ കടന്നു വന്നതോടുകൂടി പ്രിൻ്റ് മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടാതായി തുടങ്ങി. ഹവെവർ ദ പ്രിൻ്റ് മീഡിയ ഹാവ് ഇഫക്റ്റീവ്ലി വിത്ത്സ്റ്റുഡ് ദീസ് ചാലഞ്ചസ്. The broadcast and news media, with all their providing presence, have
not cause the death of print media as predicted by many scholars. ഒരുപാട് സ്കോളേഴ്സ് എന്ന് വെച്ചാൽ പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഈ ബ്രോഡ്കാസ്റ്റിംഗ് ടി വി റേഡിയോ ഒക്കെ വന്നതോട് കൂടിയിട്ട് ആദ്യം മരിക്കാൻ പോകുന്ന വിഭാഗം പ്രിൻ്റ് മീഡിയ ആയിരിക്കും. പക്ഷെ അവരുടെ കണക്കൂട്ടലുകളെയൊക്കെ തെറ്റിച്ച് പ്രിൻ്റ് മീഡിയ പിന്നെയും കുറേ നാൾ സർവൈവ് ചെയ്തു, ഇന്നും പ്രിവൈൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. 1665 തുടങ്ങിയ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ 1450കളിൽ ഹെർമൻ ഗുണ്ടർട്ട് തുടങ്ങിയ പ്രിൻറ്റിങ് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? എല്ലാവരും പ്രവചിച്ചിട്ടും പ്രിൻ്റ് മീഡിയ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. The print, broadcast and new media have complemented each other. However, the onslaught of the digital media has lowered the circulation figures of a newspaper in the world except in the Asiatic region. പ്രിൻ്റ് മീഡിയയുടെ ഒരു തളർച്ച നേരിട്ട കാലഘട്ടമാണിത്. കാരണം ഒരു 20th സെഞ്ച്വറിയോടുകൂടി ബ്രോഡ്കാസ്റ്റിംഗ് അതുപോലെ തന്നെ ന്യൂ മീഡിയ രണ്ടിൻ്റെയും കടന്നുവരവ് പ്രിൻ്റ് മീഡിയ അല്പം ഒന്ന് പിന്നോട്ടടിച്ചു. പക്ഷേ ഏഷ്യയിലൊക്കെ ഇപ്പോഴും പ്രിൻ്റ് മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നേരെമറിച്ച് അമേരിക്കയിലൊക്കെ അവരുടെ ഏറ്റവും മികച്ച പത്രം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രമായിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റ് അവരവരുടെ പ്രിൻറ്റിങ് നിർത്തി. ലാഭമില്ല, ആരും വായിക്കാനില്ല, പകരം ഓൺലൈനിലാക്കി. ഇന്ന് ഓൺലൈനിൽ മാത്രമാണ് ആ പത്രം ഇറങ്ങുന്നത്, ആൾക്കാർ ഇഷ്ടം പോലെ വായിക്കാനുണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും പ്രിൻറ്റിങ് എന്ന് പറയുന്നതിന് അവസാനിച്ചിട്ടില്ല. കാരണം നമ്മളത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് എത്തിയിട്ടില്ല. ഒരു വിഭാഗം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്ത വലിയൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിൻറ്റിങ് അല്ലാതെ വേറൊരു മാർഗവും നടക്കില്ല. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൻ്റെ ചില അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനുള്ള ചില ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ പോരായ്മകൾ. Newspaper is powerful medium. It is powerful because it has the ability to influence the way people view the world as well as their opinion of what they see. ഇനി അഡ്വാൻറ്റേജസ് ആണ്, നിങ്ങൾക്കറിയാവുന്ന സിമ്പിൾ അഡ്വാൻറ്റേജസ് ആണ്. ന്യൂസ് പേപ്പർ ക്യാൻ റിപ്പോർട്ട് സ്റ്റോറീസ് ഇൻ ഡീറ്റെയിൽ. ഇറ്റ് പ്രൊവൈഡ് മോർ ഡീറ്റെയിൽഡ് ന്യൂസ് ദാൻ റേഡിയോ ഓർ ടെലിവിഷൻ. ഞാനത് ന്യൂസ് പേപ്പറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. It permits readers to absorb news as their own speed and their schedule. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പേപ്പർ വായിക്കാൻ പറ്റും, വേഗത്തിൽ വായിക്കാം, നിർത്തി വായിക്കാം, സമയമെടുത്ത് വായിക്കാം, ഫുള്ള് വായിക്കാം, പകുതി വായിക്കാം, എൻ്റെ ഇഷ്ടമാണ്. റീഡേഴ്സ് ക്യാൻ സ്കിപ്പ് ഐറ്റംസ് ദാറ്റ് ഡു നോട്ട് ഇൻട്രസ്റ്റ് ദം. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഹെഡ്ലൈൻ വായിച്ചു നോക്കി, ഈ വാർത്തയൊന്നും വായിക്കണ്ട, എനിക്ക് വേണ്ടാന്ന് വയ്ക്കാം. നേരെ മറിച്ച് നിങ്ങളൊരു ന്യൂസ് കാണുകയാണെങ്കിൽ അയാൾ പറയുന്ന എല്ലാ ന്യൂസും കേൾക്കേണ്ടി വരും. കാരണം സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. പിന്നെ എനിക്ക് പോകാമെന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ന്യൂസ് പേപ്പർ ക്യാൻ പ്രിൻറ്റ് സർട്ടൻ മെറ്റീരിയൽ ദാറ്റ് അപ്പീൽ ടു ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദി റീഡിംഗ് പബ്ലിക് സച്ച് ആസ് ഡെത്ത് നോട്ടീസ്, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് ആൻഡ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. അത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചില മേഖലകളുണ്ടാവും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സെൻസെക്സ് തകർന്നു, എന്താ കുഴപ്പം, അത് തകർന്നോട്ടെ. നിഫ്റ്റി ഇടിഞ്ഞു, ഇടിയട്ടെന്നേ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടില്ല, പിന്നെ നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യം എന്നുള്ള ചിന്താഗതി വരുന്ന ഒരു അവസ്ഥ ഇതിനുണ്ട്. ക്ലാസിഫൈഡ്സ് നമ്മൾ നോക്കില്ല, വീട് വിൽക്കാനുണ്ട്, സ്ഥലം വിൽക്കാനുണ്ട്, സ്ഥലം മേടിക്കാനുണ്ട്, കൊടുക്കാനുണ്ട്, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പോകില്ല, പിന്നെ എന്തിനാണ് നമ്മളത് വായിക്കുന്നത്? അപ്പോൾ ചിലർക്ക് വേണ്ടി മാത്രമുള്ള ചില ഏരിയകൾ അവിടെ നിർദ്ദിഷ്ടമായിട്ടും നൽകപ്പെട്ടിട്ടുണ്ടായിരിക്കും. ന്യൂസ് പേപ്പർ ഈസ് ചീപ്ലി അവൈലബിൾ ഫോർ ലെസ് ദാൻ പ്രൈസ് ഓഫ് എ കപ്പ് ഓഫ് ടീ ഓർ കോഫി. യാഥാർത്ഥ്യം കേട്ടോ, ഒരു സാഹിത്യപരമായിട്ട് പറയുന്നതാണ്. ഒരു കപ്പ് ചായയോ കാപ്പിയോ കിട്ടുന്നതിനേക്കാൾ വില കുറവാണ് ന്യൂസ് പേപ്പർ പോലെ ഒരു മാധ്യമത്തിന് എന്ന് എപ്പോഴും കളിയാക്കി പറയും. പക്ഷേ സത്യമാണ്. ഇന്നത്തെ പേപ്പറുകൾക്ക് 7.50 പൈസ വിലയുള്ളൂ. മനോരമയ്ക്ക് പോലും. മനോരമയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം. പക്ഷേ ഒരു ഗ്ലാസ് ചായ കിട്ടണമെങ്കിൽ, ഒരു ഗ്ലാസ് കാപ്പി കിട്ടണമെങ്കിൽ 10, 12, 15 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത്രയും ചീപ്പാണ് പേപ്പർ എന്ന് പറയുന്നത്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ
can be reached in a given geographical area. അതും ശരിയാണ്. പേപ്പർ കുറേ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് വായിക്കാനും അവരിലേക്ക് എത്താനും എളുപ്പമാണ്. ന്യൂസ് പേപ്പർ ക്യാൻ ബി ഈസിലി റീസൈക്കിൾഡ് ആഫ്റ്റർ റീഡിങ്. അതും ശരിയാണ്. നമ്മുടെ വീടുകളിൽ വന്നിട്ട് കുപ്പി പാട്ട പേപ്പറൊക്കെ പറക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഈ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യും, കിലോയ്ക്ക് ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് തരും. എന്താ കാരണം? ഈ ന്യൂസ് പേപ്പർ തന്നെ പൊടിയാക്കി പേസ്റ്റ് പരുവത്തിലാക്കി വീണ്ടും പേപ്പറായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. കാരണം പേപ്പർ ഉണ്ടാവുന്നത് മരത്തിൻ്റെ തടിയിൽ നിന്നാണ്. അപ്പോൾ ഇനിയും മരം കട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ മരങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പേപ്പറുകളെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് പേപ്പർ ഹാസ് ഗ്രേറ്റ് മൊബിലിറ്റി, ദാറ്റ് ഈസ് വൺ ക്യാൻ ഈസിലി ക്യാരി ന്യൂസ് പേപ്പർ വെയർ എവർ ഓൺ വൺ ട്രാവൽസ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന മീഡിയമാണ്. ടി വി നമുക്ക് പോണോടത്തേക്ക് എല്ലായിടത്തേക്കും കൊണ്ടു നടക്കാൻ പറ്റും. ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, എവിടെ ഇരുന്ന് വേണമെങ്കിൽ വായിക്കാം, എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ന്യൂസ് പേപ്പർ ഗീവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഇൻ the very first paragraph. This is an important factor considering that the people have very short attention spans. ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണത്. വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് മാത്രം ബാക്കി വായിച്ചാൽ മതി, അല്ലാത്തവർക്ക് അവിടെ വെച്ച് തന്നെ വായന വേണമെങ്കിൽ അവസാനിപ്പിക്കുന്നതിൽ വിരോധമില്ല. An important issue in newspaper is that it has a very short life duration. The normal lifespan of a daily newspaper is 24 hours. വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. 24 മണിക്കൂർ ഒരു പേപ്പറിന് വാലിഡിറ്റി ഉള്ളൂ. കാരണം ഇന്നത്തെ പേപ്പർ ഇറങ്ങി അത് ഞാൻ വായിക്കുന്നു, നാളത്തെ പേപ്പർ ഇറങ്ങണ വരെ എനിക്ക് ഇന്നത്തെ പേപ്പർ വേണ്ടു. കാരണം നാളത്തെ പേപ്പർ ഇറങ്ങിയാൽ അതിലായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി നിർത്തും. പിന്നെ ലോട്ടറി നോക്കാനും പഴയ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുള്ളവരൊക്കെയാണ് പഴയ ന്യൂസ് പേപ്പറുകൾ വായിക്കുക. നോർമലി 24 മണിക്കൂറാണ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ വാലിഡിറ്റി. ബ്രേക്കിംഗ് സ്റ്റോറീസ് ഫസ്റ്റ് അപ്പിയർ ഓൺ ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ദെൻ ഓൺ ദി ഡെയിലി ന്യൂസ് പേപ്പർ. അതും വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഒരു കാര്യം നടന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വെറുതെ ഒന്ന് വിചാരിക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അറ്റാക്ക് വന്നത്. നിങ്ങളത് 12 മണിക്ക് തന്നെ അറിയും. കാരണം ടെലിവിഷൻ ന്യൂസ് ചാനലുകളിൽ സ്ക്രോളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മുഖ്യമന്ത്രിക്ക് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്, ആരോഗ്യനില തൃപ്തികരം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പേപ്പർ മാത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ കാലത്ത് 6 മണിയെങ്കിലും ആവണം ഈ വാർത്ത അറിയണമെങ്കിൽ. എത്ര സമയം പോയി? ഏകദേശം ഒരു 12-16 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാർത്ത അറിയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അപ്പോഴേക്ക് നമ്മൾ ഈ വാർത്ത ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ടി വിയിലൂടെ അറിഞ്ഞു, റേഡിയോയിലൂടെ അറിഞ്ഞു, ഇൻ്റർനെറ്റിൽ പരന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിലൊക്കെ വന്നു കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അറിയുന്നത് പേപ്പർ വായിക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ പേപ്പറിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റാണ്, ലിമിറ്റേഷനാണ്, വളരെ ലേറ്റായിട്ടേ അപ്ഡേഷൻ നടക്കുള്ളൂ. ലാർജ് നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ് have begun to ask why should they read newspaper when they can get minute by minute updates of news on their smartphones. അതിനുള്ള ഉത്തരവാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്ന ക്ലാസ്സിലെടുത്തത്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു? നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയയിലൂടെ പല വാർത്തകളും അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ പലതിനെയും ഡീറ്റെയിൽ ചെയ്തറിയാനോ പലതിനെയും കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിലൂടെ കിട്ടുള്ളൂ. പിന്നെ വായന എന്ന് പറയുന്ന സ്വന്തസിദ്ധമായിട്ടുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിവികാസത്തിൻ്റെ ആവശ്യമാണ്. ഇതൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജനറലി ന്യൂസ് പേപ്പർ ആർ മെസ്സി വിത്ത് കൊമേഴ്ഷ്യൽസ്. എൻവിറോൺമെൻ്റലിസ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ന്യൂസ് പേപ്പർ കോസ് പൊല്യൂഷൻ. Large number of trees are cut worldwide to produce newspaper that has a life span of merely 24 hours.
അടുത്ത ഏറ്റവും വലിയ വിമർശനം, ന്യൂസ് പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു. എന്നാൽ ഈ ന്യൂസ് പേപ്പറിനുള്ള വാലിഡിറ്റിയോ വെറും 24 മണിക്കൂർ. 24 മണിക്കൂറിന് വേണ്ടി ഈ അന്തരീക്ഷത്തിലേക്ക് നല്ല ഓക്സിജൻ തരുന്ന മരങ്ങളെ മുറിച്ചു മാറ്റി അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് പ്രിൻ്റ് മീഡിയ എന്നും അതുപോലെ തന്നെ പ്രിൻറ്റിങ് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നും അതിൻ്റെ ഒരു ചരിത്രം കണ്ടു. അതിനുശേഷം പ്രിൻ്റ് മീഡിയയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും കണ്ടു. അഡ്വാൻറ്റേജിൽ ഒരുപാട് അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് 3-4 എണ്ണമേ ഉള്ളൂ. പക്ഷേ കുത്തിയിരുന്ന് മെനക്കെട്ട് നോക്കിയാൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഒരുപാട് അഡ്വാൻറ്റേജുകളും കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജിൽ ഒന്നായിട്ടുള്ളതാണ് വില കുറവാണ്. പ്രൈസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്, മൈന്യൂട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ പരസ്യം കൂടുതലുണ്ടാവും. കാരണം ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവിടെ വില കുറച്ച് പത്രം വിൽക്കാനായിട്ട് പത്രമുതലാളിമാർക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം വളരെ ചുരുങ്ങിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ന്യൂസ് പേപ്പർ വേഴ്സസ് TV ആൻഡ് റേഡിയോ എന്നുള്ളതും അതിനുശേഷം മീഡിയ എത്തിക്സ്, മീഡിയയ്ക്കും ധാർമ്മികതയുണ്ടല്ലോ, ആ ധാർമ്മികത എന്താണെന്നുള്ളതും ഇന്നത്തെ പ്രിൻ്റ് മീഡിയ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണെന്നുള്ളതും ബുദ്ധിമുട്ടുകൾ അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ തേർഡ് ചാപ്റ്ററും അതോടുകൂടി അവസാനിക്കും. വളരെ ചെറിയ ചാപ്റ്ററാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. കൊറോണയ്ക്കെതിരെ ജാഗ്രത തുടർന്നുകൊണ്ടേയിരിക്കുക. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.